നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടു. കാസർഗോഡ് പള്ളിക്കരയിലാണ് അപകടം സംഭവിച്ചത്. പ്രതിപക്ഷ നേതാവ് സഞ്ചരിച്ച വാഹനം മുന്നിലുള്ള പോലീസ് എക്സ്കോർട്ട് ജീപ്പിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിലെ മുൻവശം പൂർണ്ണമായും തകർന്നിരുന്നു. ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 അപകടം സംഭവിച്ചത്. മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടതായിരുന്നു പ്രതിപക്ഷ നേതാവ്. മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം യാത്ര തുടരുകയും ചെയ്തു. അപകടവുമായി ബന്ധപ്പെട്ട വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്കുള്ള യാത്രാമധ്യേ കാഞ്ഞങ്ങാടിനടുത്ത് ബേക്കൽ പള്ളിക്കരയിൽ വെച്ച് ഞാൻ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. നല്ല മഴയായിരുന്നു. സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി വന്ന വാഹനത്തിൽ തട്ടാതിരിക്കാൻ പോലീസ് പൈലറ്റ് ജീപ്പിന് മുന്നിലുണ്ടായിരുന്ന കാറുകൾ പെട്ടെന്ന് നിർത്തി. തൊട്ട് മുന്നിൽ പോയിരുന്ന കാറിൽ പൈലറ്റ് വാഹനം ഇടിച്ചു. ഞാൻ സഞ്ചരിച്ചിരുന്ന വാഹനം പൈലറ്റ് ജീപ്പിന്റെ പിൻഭാഗത്തും ഇടിച്ചു. ഞാനടക്കം വാഹനത്തിലുണ്ടായിരുന്ന ആർക്കും തന്നെ പരിക്കുകളില്ല. മാധ്യമങ്ങളിലൂടെ വാർത്ത അറിഞ്ഞ നിരവധി പേർ വിളിക്കുന്നതുകൊണ്ടാണ് ഈ കുറിപ്പ് ഇടുന്നത് എന്നും വി.ഡി. സതീശൻ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ കാറ് പൂർണ്ണമായും മുൻഭാഗം തകർന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്, അല്ലെങ്കിൽ തകർന്ന കാറിന്റെ ദൃശ്യങ്ങൾ അടക്കമുള്ളവയാണ് പുറത്തു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ. അതിൽ ഭയന്ന വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിന് ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പോറൽ സംഭവിച്ചോ അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് വി.ഡി. സതീശൻ ഈ ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ തന്നെ വാഹനം മാറ്റി മറ്റ് ഒരു സ്വകാര്യ വാഹനത്തിൽ വി.ഡി. സതീശൻ യാത്ര ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.